ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ജയമിനസ് ഫീഡിംഗ് വ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുളിമുട്ടായി ഉണ്ടാക്കാനായിട്ടാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ 2 കപ്പോളം പുളി എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിർത്തി എടുക്കുകയാണ്. അതിനകത്ത് ചണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് നന്നാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ബോയിൽ ആവണം ചെറുതായിട്ട്. എന്നിട്ട് നമുക്കൊരു ഈ ഒരു കപ്പിൽ 2 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ആണ് ചേർക്കേണ്ടത്. ദെൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത്തിരി ഏലക്ക വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. നെയ്യ് തൂക്കണം കേട്ടോ പാനിൽ, എന്നിട്ട് നമ്മൾ തുടങ്ങാൻ പാടും. ദെൻ നന്നായിട്ട് ഏലക്കയൊക്കെ ഒന്ന് ബോയിലായിട്ട് നമ്മുടെ സംഭവമൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കുറുകി വരണം. അത് 10 to 30 മിനിറ്റ്സ് നമ്മൾ പാനിൽ തന്നെ വെച്ച് ചൂടാക്കി കൊണ്ടിരിക്കണം. ബോയിൽ ചെയ്ത് നന്നായി കുറുകി വന്നതിന് ശേഷം മാത്രം പാനിൽ നിന്ന് എടുക്കാൻ പാടും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഏകദേശം കുറുകാനുള്ളൊരു ചാൻസായി വന്നിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് സിമ്മിലിട്ടതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ, കാരണം അടിയിൽ പിടിക്കും അല്ലെങ്കിൽ. ആൻഡ് ദെൻ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതൊരു കുറുകെ ഈ കൺസിസ്റ്റൻസിയിൽ വന്നതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചിരിക്കും. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസി വരുന്ന വരെ നമ്മൾ സിമ്മിൽ തന്നെ ഇടണം. ആൻഡ് ദെൻ നമ്മൾ സിമ്മിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെയും ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്കോ മറ്റെന്തിലേക്കോ മാറ്റി നന്നായിട്ട് വയ്ക്കാവുന്നതാണ്. ഇതൊരു 3 ദിവസത്തോളം നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ട്. നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിന്നാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ സംഭവം അടി പിടിക്കും. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻഡ് ദെൻ ഇത് വെക്കുമ്പോൾ എന്തായാലും സിമ്മിലാക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് പാകമായിട്ടില്ല, നമുക്കൊരു കൺസിസ്റ്റൻസി തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം, ആ ഒരു കൺസിസ്റ്റൻസി തോന്നുന്നവരെ. ബൈ.